എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ക്വീൻ ആണെങ്കിൽ സ്ക്വാഡ് എടുത്ത് സാഞ്ചിയുടെ തലയ്ക്ക് ആഞ്ഞൊരു വെട്ട്. പക്ഷെ എന്താ, ആ സ്ക്വാഡ് അതങ്ങനെ രണ്ടായിട്ട് പൊട്ടിപ്പോവാണ്. ചുറ്റുമുള്ളവരും ക്വീനും എന്തിന് സാഞ്ചി പോലും ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. മറ്റൊന്നുമല്ല, അവൻ ഹോക്കി പവർ ഉപയോഗിച്ചിട്ടില്ല, മാത്രമല്ല അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായത്. എന്നിട്ടും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സ്ക്വാഡ് തകർന്ന് അവന്റെ തലയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ക്വീൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് അവനെ തന്നെ നോക്കി എന്ന് വിളിച്ചു പറയും, ഓ നോ, വിൻസ്മോക്കിന്റെ ആ സയന്റിഫിക് ടെക്നിക്ക് അത് നിന്റെ ബോഡിയിലുണ്ട്, അതുകൊണ്ടാണ് നിന്റെ തല തകരാതെ എന്റെ സ്ക്വാഡ് തകർന്നത്. ആവു, ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. സത്യത്തിൽ ഇത് കാണാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ക്വീൻ പറയും. അത് കേട്ട് സാഞ്ചി ആണെങ്കിൽ ഓടിപ്പോയ മുഖം അത് ബാക്ക് ടു നോർമലാക്കി ഒരു സെക്കൻഡ് അവന്റെ ബ്രദറിനെ കുറിച്ചും സിസ്റ്ററിനെ കുറിച്ചും ആലോചിക്കുകയാണ്. അവരും ഇത്തരത്തിൽ സയന്റിഫിക് ടെക്നോളജി കൊണ്ട് ക്രിയേറ്റ് ആയവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡിയിൽ ആ ഒരു അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിൽ ഇമോഷൻസ് ഒന്നുമില്ല. അവരെ പോലെ ഞാനും ഒരു മോൺസ്റ്ററായി മാറുമെന്ന് ചിന്തിച്ച് അവൻ ഷോക്കാവും. അവന്റെ സിസ്റ്റർ ഫുഡ് മോശമാണെന്ന് പറഞ്ഞ് കുക്കിന് നേരെ ആ ഫുഡ് എടുത്ത് എറിഞ്ഞ കാര്യം അവൻ ആലോചിക്കും. കറക്റ്റ് സമയം സാഞ്ചി അവൻ ചാടി വീണ് ക്യാച്ച് ചെയ്തതുകൊണ്ടാണ് ആ കുക്ക് ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്. സാഞ്ചിയുടെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ട് തുടങ്ങും. എനിക്കൊരിക്കലും അതുപോലൊരു മോൺസ്റ്ററായി മാറാൻ കഴിയില്ല, ഞാൻ അങ്ങനെയായി മാറുമെന്നൊക്കെ അവൻ ഭയപ്പെട്ട് ചിന്തിച്ച് അങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. സാഞ്ചിയാണെങ്കിൽ വീണ്ടും വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് കൊണ്ടേയിരിക്കും. അതിനുശേഷം അവന്റെ സിസ്റ്റർ ആ കുക്കിനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്തതും, പിന്നീട് അവര് സയന്റിഫിക് ഹ്യൂമൻ സോൾജിയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തതും, അവർക്ക് ഇമോഷൻസ് ഇല്ലാതാക്കിയതും, അവർക്ക് വേണ്ടി ഒരു വെപ്പനാക്കി ആ ഒരു സോൾജിയേഴ്സിനെ യൂസ് ചെയ്തതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഓ നോ, എന്നെ കൊണ്ട് ഒരിക്കലും അതുപോലൊരു മോൺസ്റ്റർ ആവാൻ കഴിയില്ല എന്ന് സാഞ്ചി വിളിച്ചു പറയും. അത് കേട്ട് ക്വീൻ ആണെങ്കിൽ അവനോട് പറയും, അതെ, നീ ഒരു മോൺസ്റ്റർ തന്നെയാണ്, വെൽക്കം ടു ദ മോൺസ്റ്റർ ഫാമിലി എന്ന് പറഞ്ഞ് ക്വീൻ ആണെങ്കിൽ ഗ്യാപ്പ് കൂടാതെ അവനെ അറ്റാക്ക് ചെയ്യാണ്. സാഞ്ചി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ടെൻസ്ഡായി ഇപ്പൊ മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. ചോപ്പറിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനങ്ങനെ വണ്ടറടിച്ച് സാഞ്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതേസമയം ആ വില്ലന്മാരിൽ ക്വീനിന്റെ 3 അസിസ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പൊ സാഞ്ചി എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ അവന്റെ ബോഡിയിൽ കൊള്ളും. പക്ഷെ പ്രത്യേകിച്ചൊന്നും അവന്റെ ബോഡിയിൽ സംഭവിക്കില്ല. ക്വീൻ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാലും എന്റെ ഫൈറ്റിനിടയിൽ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അവൻ ആ സ്റ്റെൽത്ത് സ്യൂട്ട് അതിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യണം, അതിനുവേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. ക്വീൻ ആണെങ്കിൽ വീണ്ടും സാഞ്ചിയുടെ പിന്നാലെ ഓടുകയാണ്. ആ ഒരു സ്യൂട്ട് അത് ഇടാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് സാഞ്ചി ആണെങ്കിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് ആ വിൻസ്മോക്കിന്റെ ഫാമിലിയിൽ എന്നെ കൂട്ടരുത്, മനുഷ്യന്മാരല്ല വെറും മോൺസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്താ ഇവിടെ ഡ്രേക്കും ഹപ്പോംസും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. ഹപ്പോംസ് ആണെങ്കിൽ ഡ്രേക്കിനോട് അടിച്ചു പറയും, നീ നേവിയുടെ ഒരു സ്പൈ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മാത്രമല്ല കരുതുന്നത് കൈഡോ തോറ്റു പോകുന്നല്ലേ, ഒരു കാരണവശാലും കൈഡോ തോക്കില്ല. അവൻ 4 എംപറേഴ്സിൽ ഒരാളാണ്. മാത്രമല്ല അവൻ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഹപ്പോംസ് ആണെങ്കിൽ അവന്റെ അടുത്തുള്ള 3 ജയൻസിനെ അവന് കാണിച്ചു കൊടുക്കും. ഹപ്പോംസ് ആണെങ്കിൽ ഇപ്പോൾ ഡ്രേക്കിന് ഒരു ഓഫർ കൊടുക്കും. സത്യത്തിൽ ഈ ജയൻസ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. കൈഡോയുടെ അണ്ടറിലുള്ള ഒരുപാട് പേരെ ഞാനിപ്പോൾ നൈസായിട്ട് എൻ്റെ ഫ്രണ്ട്സാക്കി മാറ്റിക്കഴിഞ്ഞു. കൈഡോ ഇൻ കേസ് മരിക്കുകയാണെങ്കിലും ഈ ജയൻസുകളെല്ലാം വെച്ച് ഞാനൊരു ടീം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഞാനായിരിക്കും ഈ വാനോ കിങ്ഡം ഭരിക്കുക. നിനക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം ചേർന്നൂടെ. അത് കേട്ട് ഡ്രേക്ക് അവൻ ഷോക്കാവും. യു ആർ അൺബിലീവബിൾ, വിശ്വസിക്കാൻ കൊള്ളാത്ത നിന്നെ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല. മാത്രമല്ല ഇപ്പൊ ഞാൻ ലൂഫിയാൻ ടീമിനെയും അതുപോലെ തന്നെ ലോയെയും യൂസ്റ്റസ് കിഡിനെയും സാമുറൈസിനെയാണ് വിശ്വസിക്കുന്നതെന്ന് അവൻ തീർത്തു പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിന്റെയും സെക്കൻഡ് ഫ്ലോറിന്റെ ഇടയിലുള്ള ആ സ്റ്റെയറിലൂടെ കടന്നു പോവാണ്. വയലറ്റ് പെണ്ണിന്റെ ആ ഒരു ആനിമലിനെയും അവർ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നിമിഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്തോ ഒന്ന് കണ്ട് പേടിച്ച് ഓടുകയാണ്. അത് മറ്റൊന്നുമല്ല, കിന്നിന്റെ ഡൗൺ ബോഡി പാർട്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. പക്ഷെ പങ് ഹസാർഡിലും കിൻ ഇങ്ങനെ തന്നെയാണ് കറങ്ങി നടന്നത്. അത് മനസ്സിലാക്കിയ ഉസോപ്പ് അവൻ ചാടി വന്ന് കിന്നിനെ പിടിച്ചു വലിക്കും. പക്ഷെ കിന്നാണെങ്കിൽ നിൽക്കാതെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ വിളിച്ചു പറയും, കിൻ സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ഇത് ഞാനാണ് ഉസോപ്പ്. പക്ഷെ കിന്നിന്റെ ഡൗൺ ബോഡി പാർട്ട് അത് മാത്രമാണ് അവിടെ ഉള്ളത്. സോ ഉസോപ്പ് പറയുന്നത് അവനെ കൊണ്ട് കേൾക്കാൻ കഴിയില്ല. കാര്യം വഷളാവുകയാണ്. എത്രയും വേഗം അവനെ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിടണം. ബോഡി പാർട്ട് അത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ അവനെ കെട്ടിയിടാനായിട്ട് തയ്യാറാവും. ഉസോപ്പ് ആണെങ്കിൽ അവന്റെ ബട്ടക്സിൽ ആ ഒരു ചന്ദ്രന്റെ അടയാളം അതങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അടുത്ത നിമിഷം കിൻ അവൻ ശാന്തനാവും. അപ്പൊ ദൂരത്തുനിന്നായിട്ടൊരു ശബ്ദം കേൾക്കും, പ്ലീസ്
ദയവ് ചെയ്ത് പറയുന്നത് കേൾക്ക്. ഞാനിപ്പോൾ ഉള്ളത് 3rd ഫ്ലോറിന്റെ ഏകദേശം 2nd ഫ്ലോറിന്റെ ഏകദേശം മിഡിലായിട്ടാണ്. ഇവിടെ ഒക്കിക്കുണ്ട്, അവൾക്ക് ജീവനുണ്ട്, എത്രയും വേഗം അവളെ രക്ഷിക്കണം. ഇവിടെ മുഴുവൻ തീ കത്തിപ്പടരാണ്. അത് കേട്ട് ഉസോപ്പ് ജിറാഫിന്റെ മേലെ അവനെ ലോക്ക് ചെയ്ത് വെച്ച് അവളെ രക്ഷിക്കാൻ അവിടേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ 3rd ഫ്ലോർ കാണിക്കും. ബ്രൂക്കും റോബിനും അവർ രണ്ടുപേരും ആ വില്ലന്മാരെ കണ്ട് പേടിച്ച് ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. റോബിൻ അവളാണെങ്കിൽ ഓൾറെഡി ടയേർഡാണ്, അവൾക്ക് ആരോഗ്യമില്ല മുൻപോട്ടേക്ക് ഓടാനും ഫൈറ്റ് ചെയ്യാനും. പക്ഷേ ബ്രൂക്ക് ആണെങ്കിൽ അപ്പോഴും സ്മാർട്ടാണ്. അവനെ കൊണ്ട് പറ്റും പോലെ അവൻ ഒരുപാട് വില്ലന്മാരെ എല്ലാം അങ്ങനെ അട്ടിച്ച് തെറിപ്പിച്ച് മുൻപോട്ടേക്ക് കുതിച്ചു പായും. അവനാണെങ്കിൽ റോബിനോട് പറയും, നമ്മൾ ഇങ്ങനെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല, ആരുടെയെങ്കിലും സഹായം അത് തേടിയേ പറ്റുമെന്ന് പറയുമ്പോഴായിരിക്കും വീണ്ടും വില്ലന്മാര് അവരുടെ മുൻപിൽ വന്ന് അവരെ ബ്ലോക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ദൂതന്മാരെ പോലെ ആ മീൻസുകൾ അവരിപ്പോ അവിടേക്ക് വരും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ സേവ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ മീൻസുകൾ ഇപ്പോൾ ആ വില്ലന്മാരുമായി പിന്നെ പോരാട്ടം തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ സൈപ്പർ സീറോ നേവി സോൾജിയർ ആളിപ്പോ അവരുടെ മുൻപിലേക്ക് വരിക. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് റോബിൻ, നീ എന്നോടൊപ്പം വരണം, നേവിയുടെ മുൻപിൽ നീ കീഴടങ്ങണം. അതിന് ബ്രൂക്ക് ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും, ഒരു പെൺകുട്ടിയോട് നേവിക്കാർ പെരുമാറുന്നത് ഇത്ര ബാഡായിട്ടാണോ? ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വലിയ പാപമാണ്. അതിനാ നേവിക്കാരൻ അവൻ ടെററായിട്ട് ഇപ്പൊ റോബിനെയും ബ്രൂക്കിനെയും നോക്കും. നിങ്ങളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അവൻ റോബിന്റെ അടുത്തേക്ക് വരും. കട്ട് ചെയ്താ 3rd ഫ്ലോറിലാണെങ്കിൽ തീ അങ്ങനെ കത്തി എരിയാണ്. കിന്നാണെങ്കിൽ പതിയെ ഇപ്പോൾ ഒക്കിക്യൂനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എൻ്റെ ബോഡി നമ്മുടെ ഫ്രണ്ട്സ് കണ്ടെത്തി കഴിഞ്ഞു. നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അവരെ അറിയിച്ചു. എത്രയും വേഗം അവർ നിന്നെ രക്ഷിക്കാതിരിക്കില്ല. ലാസ്റ്റ് ഫൈറ്റിൽ ലോ ആണ് റൂം ക്രിയേറ്റ് ചെയ്ത് ബോഡി പാർട്ട് 2ആയിട്ട് വെട്ടിയത്. അവനത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കെൻ്റെ ജീവൻ ഇതുവരെ നഷ്ടമായിട്ടില്ല. പക്ഷേ എൻ്റെ ജീവൻ നഷ്ടമായാലും കുഴപ്പമില്ല, നിന്നെ ഞാൻ സേവ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനങ്ങനെ അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. അപ്പോഴായിരിക്കും തൊട്ടടുത്ത് കിടക്കുന്ന ോടെ പോക്കറ്റിലുണ്ടായിരുന്ന ആ സ്നെയിലിൽ ഒരു കോള് വരിക. വിളിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിയുടെ ശബ്ദം കേട്ട് ഇപ്പൊ കിഞ്ഞെട്ടും. കാരണം അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ചാണ് അവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൈഡോ ഒറോച്ചിയെ വെട്ടിക്കൊന്നത്. പിന്നെങ്ങനെ ഇവൻ ജീവനോട് കൂടെ വന്നു ചിന്തിച്ച് ഷോക്കാവുകയാണ്. ഒറോച്ചി ആണെങ്കിൽ കാഞ്ചറോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും മരിച്ചു എന്ന് കരുതിയ നമ്മുടെ കാഞ്ചറോ അവൻ പതിയെ കണ്ണു തുറന്ന് ഒറോച്ചിയോട് പറയാ, ഇതെന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്, ഇനി എന്നെ കൊണ്ട് ഒന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒറോച്ചി പറയും, വാവ്, നിന്റെ ആക്ടിങ് ശരിക്കും അടിപൊളിയായിരുന്നു, നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യാണ്. കിൻ ഉറപ്പിക്കും ഒറോച്ചി അവൻ മരിച്ചിട്ടില്ല. ഒറോച്ചി ആണെങ്കിൽ നിർത്താതെ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ കാഞ്ചറോയ്ക്കാണെങ്കിൽ അവന്റെ ലാസ്റ്റ് ഡ്രാമ കഴിഞ്ഞ് എല്ലാവരും അവനെ അഭിനന്ദിക്കായിട്ട് തോന്നും. ഒറോച്ചി ആണെങ്കിൽ വീണ്ടും കാഞ്ചറോട് പറയും, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നീ ചെയ്യണം, അതാണ് നിന്റെ ലാസ്റ്റ് ഡ്രാമ. എങ്കിൽ മാത്രമേ നീ കംപ്ലീറ്റ് ആയിട്ട് സക്സീഡ് ചെയ്യുകയുള്ളൂ, നമ്മൾ ജയിക്കുകയുള്ളൂ. ഒരേ ഒരു ചിത്രം അതെനിക്ക് വേണ്ടി വരയ്ക്കണം എന്ന് പറഞ്ഞ് ഒറോച്ചി ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറയും. ചോര തുളുമ്പി അനങ്ങാൻ പറ്റാതെ കിടന്ന കാഞ്ചറോ അവൻ പതിയെ എഴുന്നേറ്റ് അവന്റെ ബ്ലഡ് ഉപയോഗിച്ച് അങ്ങനെ അവസാനത്തെ ഡ്രോയിങ് അത് വരച്ച് തീർക്കുകയാണ്. ബ്ലഡ് ഉപയോഗിച്ച് ഒരു ഫയർ ജയന്റിനെ ആയിരിക്കും അവൻ അവസാനമായിട്ട് വരയ്ക്കുക. അതാണെങ്കിൽ മുൻപോട്ടേക്ക് കടന്നു വരുന്തോറും അതിന് മുൻപിൽ പെടുന്നവരെല്ലാം കത്തിക്കരിഞ്ഞ് തവിട് പൊടിയാവും. ഉടനെ സൈബോർക്ക് ആണെങ്കിൽ ഈ കാഴ്ച കണ്ട് എല്ലായിടത്തേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ജയന്റ് രൂപം അത് ചുവരുകളും വാതിലുകളും എല്ലാം കത്തി എരിയിപ്പിച്ച് അതിന്റെ മുൻപിൽ വരുന്നവരെ എല്ലാവരും അബ്സോർബ് ചെയ്തെടുത്ത് ചാരമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. ആ ജർമ്മ കാസ്റ്റിൽ മുഴുവനായിട്ട് ഇപ്പൊ പതിയെ കത്തി എരിയാനായിട്ട് തുടങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് കൗമഡ്സും മാർക്കോയും അവർ രണ്ടുപേരും ഒക്കെ എടുത്ത് ഇപ്പൊ ഫുൾ ഫോമിലേക്ക് വന്ന് വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ക്വീൻ ആണെങ്കിൽ നിർത്താതെ സാഞ്ചിയുടെ പിന്നാലെ ഓടി അവന്റെ ജർമ്മ സ്യൂട്ട് അത് ഇടാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ അവന്റെ റിക്വസ്റ്റ് കേട്ട് പേടിച്ച് മുൻപോട്ടേക്ക് ഓടും. മറ്റൊരു ഭാഗത്ത് സോറോ അവൻ കിങ്ങുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കിങ് നിസ്സാരക്കാരനല്ല, അവനാണെങ്കിൽ ഫുൾ ടെററായി സാഞ്ചി അറിഞ്ഞം പുറഞ്ഞ് അറ്റാക്ക് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ബ്രൂക്കും റോബിനും അവരാണെങ്കിൽ ഒരു വിധത്തില് ആ നേവിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് ഓടി വരികയാണ്. പക്ഷെ അവർ കാണും ഓരോരുത്തരായിട്ട് അവിടേക്ക് രംഗപ്രവേശനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവരവിടുന്ന് ഓടും. മറ്റൊരു ഭാഗത്ത് ഒറോച്ചി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ കാസ്റ്റിൽ കത്തി എരിയുന്നത് കണ്ട് സന്തോഷിക്കും. അതേസമയം ഇവിടെ ലൂഫിയും കൈഡോയും രണ്ടുപേരും നിർത്താതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.